എല്ലാ ദിവസവും നല്ലോണം മുടി കൊഴിയുന്ന ആൾക്കാർക്ക് ഒറ്റ ദിവസം കൊണ്ട് മുടി കൊഴിച്ചിൽ നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ? എന്നാൽ നിങ്ങൾ വിശ്വസിച്ചേ പറ്റൂ. കാരണം 100% എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെയർ പാക്ക് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കണേന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക്കൽ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ട ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവ തന്നെയാണ്. ഇത് നമുക്ക് ഹെയർ പാക്ക് ആയിട്ടും ഹെയർ സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഉലുവയുടെ ഗുണങ്ങളൊന്നും ഞാൻ നിങ്ങൾക്ക് ഇനി സ്പെഷ്യലായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ, കാരണം നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിൻ്റെ ഡേ 1ഉം ഡേ 2ൻ്റെയും വീഡിയോസൊക്കെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോസും കൂടെ ഒന്ന് കണ്ടു നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു വീഡിയോസൊക്കെ ഉപകാരപ്പെടും. എല്ലാ ദിവസവും നല്ല രീതിക്ക് മുടി കൊഴിച്ചിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ പാക്ക് നിങ്ങൾ ഒറ്റ പ്രാവശ്യം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആഴ്ചയിൽ ഒരു പ്രാവശ്യം മാത്രം നിങ്ങൾ ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിച്ചാൽ മതിയാവും. കാരണം അത്രയ്ക്കും 100% എഫക്റ്റീവ് ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ പാക്ക് ആണിത്. നമ്മുടെ അടുക്കളയിലുള്ള രണ്ടേ ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട്. പിന്നെ നമുക്കിത് ഹെയർ സ്പ്രേ ആയിട്ടും സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് മുടി വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഒന്ന് കണ്ടു നോക്കുക. ഈ ഒരു 7 മിനിറ്റ് നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് എന്തായാലും ഉറപ്പ് തരാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക്കൽ ഹെയർ പാക്കിലെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനെയിലിൽ കണ്ട പോലെ തന്നെ കട്ടൻ ചായയുടെ ഒരു മാജിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ തേയിലയാണ്, അതായത് നമ്മുടെ ചായപ്പൊടി. നമ്മുടെ എല്ലാവരുടെ വീട്ടിലെ അടുക്കളയിൽ ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ ചായപ്പൊടി എന്ന് പറയുന്നത്. ഇതത്ര നിസ്സാരമായിട്ട് നിങ്ങൾ കാണരുത്, കാരണം നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ കുറയ്ക്കാനായിട്ട് അടിപൊളിയാണ് ഈ ഒരു സംഭവം. ഒറ്റ യൂസിൽ തന്നെ നമ്മുടെ മുടി കുറച്ച് തിക്കായ പോലെയും അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ നല്ല രീതിക്ക് കുറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു ഹെയർ പാക്ക് എന്ന് പറയുന്നത് കുറച്ച് വാട്ടറി കൺസിസ്റ്റൻസി ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതൊരു ഹെയർ സ്പ്രേ ആയിട്ടും കൂടി ഉപയോഗിക്കാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ ഉലുവ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് 2 ടേബിൾ സ്പൂൺ ചായപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ട കാര്യം, നമ്മൾ എത്ര ഗ്ലാസ് വെള്ളമാണോ എടുത്തിട്ടുണ്ടായിരുന്നത് ആ അളവിന് നമുക്ക് നേർ പകുതിയാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. അതായത് നിങ്ങളിപ്പോൾ 1 ഗ്ലാസ് വെള്ളമാണ് എടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ തിളപ്പിച്ച് നന്നായിട്ട് വറ്റിച്ചിട്ട് 1/2 ഗ്ലാസ് വെള്ളമാക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് ആ ചായപ്പൊടിയിലും ഉലുവയിലുള്ള ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് വരുള്ളൂ. അപ്പോൾ നമുക്ക് ഈ 2 ഇൻഗ്രീഡിയൻസ് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ട് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് തിളച്ച് നന്നായിട്ട് വറ്റി കിട്ടും. അപ്പോൾ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമ്മൾ വറ്റിക്കാനായിട്ട്. നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നന്നായിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് പോവും. അപ്പോൾ മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് കറക്റ്റായിട്ട് ഇറങ്ങും. അപ്പോൾ ശരിക്കും ഇത് വറ്റിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവിയൊന്നും പുറത്ത് കളയാതെ മൂടി വെച്ചിട്ട് വേണം വറ്റിക്കാനായിട്ട്. ഞാനിപ്പോൾ വീഡിയോയിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തുറന്നു വെച്ചിട്ട് വറ്റിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചായപ്പൊടി ഉലുവയൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഗുണങ്ങളൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് കുറച്ചധികം നാൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ 1 ഗ്ലാസ് എടുത്തതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് എടുക്കാം. പക്ഷേ ആ എടുക്കുന്ന 2 ഗ്ലാസ് വെള്ളത്തിനെ നമ്മൾ നന്നായിട്ട് വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി എടുക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് ഈ ഒരു ഹെയർ പാക്കിൽ നിന്ന് നമുക്ക് കിട്ടുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു ഹെയർ ഗ്രോത്ത് വീഡിയോസിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് വീഡിയോസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ബോക്സിൽ ചോദിക്കാനായിട്ട് ആരും മറക്കരുത്. അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ചിട്ടുണ്ട്. ഞാനപ്പോൾ ഇത് ഓഫ് ചെയ്തിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആവി പോവാതെ നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ട് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ചൂടോട് കൂടിയിട്ട് ഈ ഒരു ഹെയർ പാക്ക് ആരും തലയിൽ അപ്ലൈ ചെയ്യരുത് കേട്ടോ. നന്നായിട്ട് തണുത്തിട്ട് വേണം നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. ഈ ഒരു ചായപ്പൊടിയുടെ ഉലുവയുടെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ചായപ്പൊടി ആവശ്യമില്ല. അപ്പോൾ നന്നായിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം.
നമ്മൾ എടുത്തിട്ടുള്ള 1 ഗ്ലാസ് വെള്ളം എന്ന് പറയുന്നത് ഇപ്പോൾ വറ്റിയിട്ട് അര ഗ്ലാസ് പോലും ഇല്ലാതായിട്ടുണ്ട്. ഞാൻ പിന്നെ ഇത് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടല്ല, ഇപ്പോൾ ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാനായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും തന്നെ നമുക്ക് ധാരാളമാണ് കേട്ടോ. എനിക്കും എൻ്റെ അനിയത്തിയുടെ മുടിയിൽക്കും യൂസ് ചെയ്യാനായിട്ടാണ് നമ്മളിപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾക്കിത് സ്റ്റോർ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ 2 ഗ്ലാസ് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മളൊന്ന് വറ്റിച്ചെടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് അരിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്കതൊരു ഹെയർ സ്പ്രേ ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ ഒരു വെള്ളം ഫുള്ളായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ മാജിക്കൽ ഹെയർ പാക്ക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ അരിപ്പയിൽ അരിച്ചതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലെങ്കിലും ചായപ്പൊടിയുടെ തരികൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു കോട്ടൺ തുണി വെച്ചിട്ട് ഒന്നും കൂടി ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ഉപയോഗിക്കുന്ന സമയത്ത് സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ ഇതിൽ ചെറിയ രീതിയിലെങ്കിലും ചായപ്പൊടിയുടെ അംശം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലിൻ്റെ ഉള്ളിൽ അത് തടഞ്ഞിരിക്കുകയും പിന്നെ നമ്മൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ട് വരില്ല. അപ്പോൾ ഞാൻ ദാ ഈ ഒരു സ്പ്രേ ബോട്ടിലാണ് നമ്മുടെ ഹെയർ പാക്ക് ആക്കി വെക്കുന്നത്. അപ്പോൾ ദാ ഫുള്ളായിട്ട് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ഈ ഒരു സ്പ്രേ ബോട്ടിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, സാധാ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നന്നായിട്ടൊന്ന് ഹെയർ ഓയിലിംഗ് ചെയ്യുക. പ്രത്യേകിച്ച് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യേണ്ടത്. അതുപോലെ തന്നെ രാത്രി നമ്മൾ ഹെയർ സ്പ്രേ ആയിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും തലയിൽ ചെറിയ രീതിയിലെങ്കിലും ഓയിൽ കണ്ടൻറ്റ് ഉണ്ടായിട്ട് വേണം നമ്മൾ സ്പ്രേ ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഹെയർ സ്പ്രേ ഒക്കെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് രാത്രി നമ്മൾ മുടി ഉണങ്ങാതെയാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അലർജി വരാനും നീരിറങ്ങാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്യുകയാണെങ്കിലും അത് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നല്ല രീതിക്ക് ഹെയർ ഓയിലിംഗ് ഒക്കെ ചെയ്തിട്ട് ചെയ്യുക. ഞാനപ്പോൾ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. എല്ലാ വീഡിയോയിലും നമ്മൾ സെയിം പ്രോസസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ മുടിയുടെ തുമ്പത്തും സ്കാൽപ്പിലൊക്കെ ഞാൻ നല്ല രീതിക്ക് വെളിച്ചെണ്ണ ആക്കി കൊടുക്കുന്നുണ്ട്. സ്കാൽപ്പിലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ താരൻ മാറാനും മുടി കൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ ആ മുടി കൊഴിച്ചിലിനൊക്കെ ഫുള്ളായിട്ട് നമ്മൾ മാറ്റാനാണ് ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഹെയർ ഓയിലിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് നമ്മൾ മുടി മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മസാജിങ്ങിലാണ് നമ്മുടെ മുടി വളർച്ചിരിക്കുന്നത് കേട്ടോ. കാരണം അത്രയ്ക്കും എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഈ കുട്ടി പിന്നെ മര്യാദയ്ക്ക് ഇരിക്കാത്ത കാരണം ഇടയ്ക്ക് എൻ്റെ കയ്യിൽ നിന്ന് തല്ലൊക്കെ കൊള്ളുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഹെയർ ഓയിലിംഗ് ചെയ്ത പോലെ തന്നെ ഓരോ ഇഴ എടുത്തിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സ്കാൽപ്പിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഹെയർ പാക്ക് എത്തും. എല്ലാ ഭാഗത്തും ഒരുപോലെ തന്നെ മുടി വളരുകയും ചെയ്യും. അതുപോലെ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് മുടി മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഹെയർ പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ മുടി ഒന്നും കൂടെ ഡ്രൈ ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുകയാണെങ്കിൽ ഉള്ള മുടിയും കൂടെ കൊഴിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ മസാജിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് കണ്ണിൽ കുത്തും തലയ്ക്കടിയൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ, പാവം കുട്ടി. ഇനി ഇതിൻ്റെ തിരിച്ചെനിക്ക് കിട്ടുന്നുണ്ടാവുക വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ ഇട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കണ്ട. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.